മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഡിപ്ലോമ ബിടെക് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് 2026 10ഓളം നല്ല അവസരങ്ങളാണ് കേരള PSC ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ 2026 നിങ്ങൾ കാര്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ 2027 നിങ്ങൾക്ക് നല്ലൊരു ടെക്നിക്കൽ പോസ്റ്റിൽ ജോലിയിൽ പ്രവേശിച്ച് നിങ്ങളുടെ കരിയർ സെറ്റാക്കാം. ഇപ്പോൾ എന്തായാലും ഈ 2026 കേരള PSC ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിൽ തന്നെ എല്ലാ എക്സാമുകളുടെയും സ്ലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എക്സാംസ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത്, സിലബസും പിന്നെ എക്സാം സ്ലോട്ടുകളും നോക്കി നമ്മുടെ പഠനമൊക്കെ ക്രമീകരിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 10 എക്സാംസ് വേണമെങ്കിൽ ഒരു ബിടെക്കുകാരനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാംസ് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇനി ഡിപ്ലോമ ഹോൾഡേഴ്സ് നമുക്കൊരു 4-5 എക്സാംസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ഈ എക്സാമിൻ്റെ സ്ലോട്ടുകളും പിന്നെ എങ്ങനെ പഠിക്കണമെന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കുകാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ ഹെൽത്ത് സർവീസിലേക്ക്, അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരള പോർട്ട് സർവീസിലേക്ക്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേരള പോർട്ട് സർവീസിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അതേപോലെ നമുക്ക് ഇറിഗേഷനിൽ നല്ലൊരു പോസ്റ്റാണ്, അത്യാവശ്യം അഡ്വൈസുകൾ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇറിഗേഷനിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേരള പോർട്ടിലേക്കും അതേപോലെ തന്നെ നമ്മുടെ ഇറിഗേഷനിലേക്ക് ഒരേ ടൈമിലാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ഇതിനോട് ഒപ്പം നമുക്ക് ഒരേപോലെ നമ്മുടെ പഠനം കൊണ്ടുപോകുന്ന വേറൊരു പോസ്റ്റാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. അപ്പോൾ ഈ 3 എക്സാമുകളും ബിടെക് ക്വാളിഫിക്കേഷനാണ്. മുൻ വർഷങ്ങളിൽ ഈ പരീക്ഷകളെല്ലാം ഒരേ സിലബസിലാണ് കേരള PSC കണ്ടക്ട് ചെയ്തിരുന്നത്. ഇനി സ്ലോട്ടുകൾ നോക്കുവാണെങ്കിൽ ജൂലൈ സെപ്റ്റംബർ 2026 ഇനിയും ഈ പോസ്റ്റ് നോക്കിക്കേ, ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. കുറച്ച് പേർക്ക് അറിയാമായിരിക്കും, എന്നാൽ കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. നല്ലൊരു അട്രാക്റ്റീവ് ജോബാണ്, നല്ലൊരു ഗ്ലാമർ പോസ്റ്റാണ്. നമ്മുടെ ഡിഫറെൻറ്റ് ഫാക്ടറീസിലൊക്കെ പോയുള്ള ഒരു ബോയിലേഴ്സിൻ്റെ ഒക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. നല്ല പവർഫുൾ പോസ്റ്റാണ്. അപ്പം ചിലർക്കൊക്കെ ചിലർക്ക് യൂണിഫോം പോസ്റ്റിനോട് താല്പര്യമുണ്ട്, ചിലർക്ക് ഇൻസ്പെക്ഷൻ ജോലിയോട് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റാണ് ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കുറേ ജോബിൽ നിങ്ങളുടെ ജോബ് പ്രൊഫൈലൊക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു A ലെവലിലുള്ള ഒരു പോസ്റ്റിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു ജോബ് പ്രൊഫൈൽ നല്ല രീതിയിൽ മാറുവാണ്. അപ്പോൾ നമുക്ക് ബിടെക് കഴിഞ്ഞവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മൾ AE മെക്കാനിക്കലായിട്ട് കയറുക, അല്ലെങ്കിൽ ഇതേപോലെ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ആയിട്ട് കയറുക. അപ്പോൾ നമുക്ക് ഈ ഒരു 3-4 എക്സാംസ് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ ഹെൽത്ത് സർവീസിലെ ഈ 4 എക്സാമുകൾക്കും ഏറെക്കുറെ ഒരേ സിലബസ് ഒരു എക്സാമായിട്ടായിരിക്കും കേരള PSC നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജൂലൈ സെപ്റ്റംബറിൽ നമുക്ക് സ്ലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബിടെക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 4 എക്സാമുകൾക്ക് ഒരു സിലബസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സാമിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചേക്കും. ഇനിയും ഡിപ്ലോമ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിൽ. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിലെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 നമുക്കറിയാം നല്ല അഡ്വൈസുകൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പോഴും അത് നിങ്ങളൊന്ന് കാര്യമായിട്ട് പഠിക്കുക. കാരണം ഡിപ്ലോമ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മികച്ച അവസരമാണ്. ഇനിയും ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, ഓവർസിയർ ഗ്രേഡ് 2 ഹാർബർ എഞ്ചിനീയറിലേക്കും ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേസർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഹാർബർ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വന്നിരിക്കുന്ന ഈ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 തസ്തികകളുടെ എക്സാം കോമൺ ആയിട്ട് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സിനും ബിടെക്കാർക്കും എഴുതാവുന്ന എക്സാമാണ്. ഇതിൻ്റെ അകത്ത് സിലബസ് നമുക്ക് കോമൺ ആയിരിക്കും. അപ്പോൾ 2 എക്സാംസ് നിങ്ങൾക്ക് 2 പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് ഒരു എക്സാമിൽ നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീറ്റ് ചെയ്യാൻ സാധിക്കും. മോസ്റ്റ്ലി ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിലെ സിലബസ് എന്തായാലും വ്യത്യാസമായിരിക്കും. കാരണം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സിവിൽ പാർട്ടും മെക്കാനിക്കൽ പാർട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്ലോട്ടിൽ 3 എക്സാമുകൾ ഒരേപോലെ എഴുതാൻ നമുക്ക് സാധിക്കും. ഇനിയും ഈ എക്സാമുകളെല്ലാം കഴിയുമ്പോഴാണ് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ബിടെക് ഹോൾഡേഴ്സിനും വരുന്ന അടുത്തൊരു മികച്ച ഓപ്പർച്യൂണിറ്റി കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ. ഇനി കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തിക നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ അഡ്വൈസ് നടന്നൊരു പോസ്റ്റാണ്. 500 മേളിൽ അഡ്വൈസ് ഇതുവരെ നടന്ന് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഡിപ്ലോമ ലെവലിലെയും ബിടെക് ലെവലിലുള്ള ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്ലോട്ടിലാണ് നമുക്ക് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എക്സാം അത് കൃത്യമായിട്ടും ഒരു 2-3 മാസം ഗ്യാപ്പിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഡിപ്ലോമ ഹോൾഡേഴ്സിന് ITA നമുക്ക് MMV ട്രേഡുകളിലും അതേപോലെ ഇലക്ട്രിക്കൽ ട്രേഡുകളിലും അതേപോലെ മെക്കാനിക്കൽ ട്രേഡുകളിലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ഈ എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും അടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജിയിലെ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി തസ്തികയാണ്. അപ്പോൾ ഇതൊരു നല്ല ഒരു എക്സാമാണ്.
ഇൻസ്പെക്ഷൻ ജോബാണ്, യൂണിഫോം പോസ്റ്റാണ്, എല്ലാ ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാവുന്നൊരു പോസ്റ്റാണ്. ഇനിയും നിങ്ങൾ ലീഗൽ മെട്രോളജിയിലെ സിലബസ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഒരു ബിടെക്കുകാർക്കൊക്കെ നല്ല അഡ്വാൻറ്റേജ് കിട്ടുന്ന സിലബസാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് മെക്കാനിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബേസിക് ഫിസിക്സും കെമിസ്ട്രിയും പിന്നെ കുറച്ച് മാത്സും അതേപോലെ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സും ഒക്കെ അടങ്ങിയൊരു സിലബസാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ആ എക്സാം ടൈമിൽ ഒരു 2-3 മന്ത്സ് ഫോക്കസ് ചെയ്താൽ ഈ സിലബസ് കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്ത് ഈ എക്സാമിന് എഴുതാൻ പറ്റും. ഇനിയും ഈ ലീഗൽ മെട്രോളജി എഴുതാൻ പോകുന്ന ഓഡിയൻസ് ആരാണ്? എല്ലാ ബിടെക്കുകാർക്കും ഈ എക്സാം എഴുതാൻ സാധിക്കും. ഒപ്പം നമുക്ക് ഫിസിക്സ് റിലേറ്റഡ് സബ്ജക്റ്റുകളിൽ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ജനറൽ തലത്തിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു സമയത്ത് കേരള PSCയിലെ ഒരു 6-7 എക്സാംസ് വേറെ ഉണ്ട്. ഇവിടെ കൂടുതലും ഡിഗ്രി പൂർത്തിയാക്കിയ മറ്റ് ബ്രാഞ്ചുകളിൽ ഡിഗ്രി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾ ആ എക്സാമുകളൊക്കെ ആയിരിക്കും, കമ്പനി ബോർഡിൻ്റെ എക്സാംസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള എക്സാംസുകളൊക്കെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ബിടെക് മെക്കാനിക്കൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ എക്സാമിനെല്ലാം ശേഷം വരുന്നൊരു തസ്തികയാണ് നിങ്ങൾക്ക് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ എക്സാം എന്തായാലും കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. കാരണം ഇതിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ലാസ്റ്റ് ടൈം ഈ എക്സാമിന് എഴുതിയ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നിയർലി ഒരു 30,000 ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ മെക്കാനിക്കൽ റിലേറ്റഡ് പോസ്റ്റുകളും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റിലേറ്റഡ് പോസ്റ്റുകളും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് പോസ്റ്റുകളുടെ നമ്മൾ ഓഡിയൻസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് നിയർലി ഒരു 30,000 ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇതൊരു മികച്ച അവസരമായിട്ട് കാണുക. ഇനിയും നെക്സ്റ്റ് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. അത് വരുന്നത് നമുക്ക് സെപ്റ്റംബർ-നവംബർ 2026 ആ ഒരു സ്ലോട്ടിലാണ്. അപ്പോൾ ആദ്യമേ നമ്മുടെ കോഴ്സ് പേപ്പറായിട്ടുള്ള മെക്കാനിക്കൽ സബ്ജക്ട്സ് ഒക്കെ പഠിച്ച് ഈ ലെവലിൽ നമുക്കൊരു 3-4 എക്സാംസ് കഴിയുന്നു. അതിനുശേഷം നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിൽ ഓപ്പറേറ്ററിൻ്റെ എക്സാമിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അതിനുശേഷം വരുന്നതാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി. ഇനി 2026 ലാസ്റ്റിൽ വരുന്നൊരു എക്സാമാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഈ ലെവലിലുള്ള എക്സാംസ് എല്ലാം എഴുതി കഴിയുമ്പം അല്ലെങ്കിൽ ഓവർസിയർ ലെവലിലുള്ള എക്സാംസ് എല്ലാം എഴുതി കഴിയുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ സബ്ജക്ട്സിൽ നല്ലൊരു ഗ്രിപ്പാവും. ഇനി ആ കൂട്ടത്തിൽ നിങ്ങൾ ഗ്രേഡ് 2 വാട്ടർ അതോറിറ്റിയുടെ എക്സാംസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ എക്സാംസ് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസ് തയ്യാറെടുക്കുന്നത് വളരെ ഈസി ആയിരിക്കും. കാരണം കുറച്ച് സിവിൽ ടോപ്പിക്സും കൂടെ നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും. ഒപ്പം എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിങ്ങും പിന്നെ നമ്മുടെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സും കെമിക്കൽ എഞ്ചിനീയറിംഗിലെ കുറച്ച് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമിൽ നിങ്ങൾക്ക് എഡ്ജ് കിട്ടും. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് PSC എക്സാംസ് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മളൊരു പ്രോസസ്സിലോട്ട് മാറുക. ഓക്കെ, കൃത്യമായിട്ട് നമുക്കൊരു സിലബസ് വരും, വെയിറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സമയമൊക്കെ ക്രമീകരിച്ച് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആ പ്രോസസ്സിൽ നിങ്ങളായിക്കഴിഞ്ഞാൽ തന്നെ സിലബസ് പിന്നെ എത്ര മാറിയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാംസ് എഴുതി അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10ഓളം അവസരങ്ങളാണ് ഡിപ്ലോമ അല്ലെ ബിടെക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ നമുക്ക് 2026 ഈ അവസരങ്ങൾ നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് 2026 എൻഡിലോടെ നമുക്ക് എന്തായാലും AMBയുടെയും പോളിടെക്നിക് ലെക്ചർ മെക്കാനിക്കലിൻ്റെയും അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെയും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, അപ്പം മെക്കാനിക്കലുകാർ 2026 നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ 2027 നിങ്ങൾക്ക് കരിയർ സെറ്റ് ചെയ്യാം. ഒപ്പം 2027 സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് വേറെ നല്ല എക്സാംസും എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ എല്ലാ കോഴ്സുകളും ഞാൻ ഈ ഡിസ്കസ് ചെയ്ത എല്ലാ കോഴ്സുകളും ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ കോഴ്സ് നമ്മൾ ലോങ് ടൈം ബാച്ച് 1 മന്ത് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആവും. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൻ്റെ ക്ലാസ് നമ്മൾ ഈ ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ 3 പോസ്റ്റുകൾക്ക് ഒരുമിച്ച് മത്സരിക്കാവുന്ന ഒരു കോഴ്സ് നമ്മൾ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കലും അതേപോലെ ബോയിലർ ഇൻസ്പെക്ടറും. അപ്പോൾ ഒറ്റ കോഴ്സിൽ നിങ്ങൾക്ക് 3 എക്സാമുകൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഗ്രേഡ് 3യുടെ എക്സാംസിൻ്റെ കോച്ചിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മൾ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളുടെയും ഇവിടെ കോച്ചിങ് നമ്മൾ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ റിസൾട്ട് വന്നപ്പം നിങ്ങൾ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിജയശതമാനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ ഫസ്റ്റ് റാങ്ക്, ഇനിയും പോളിടെക്നിക് ലെക്ചറിൻ്റെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ടോപ്പ് റാങ്കുകൾ, സെക്കൻഡ് റാങ്ക്. ഇനിയും റീസെൻ്റായിട്ട് വന്ന ട്രേഡ്സ്മാൻ ടർണർ മെഷീനിസ്റ്റിൻ്റെയൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ ടോപ്പ് റാങ്കുകൾ. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൽ നല്ല റാങ്കുകൾ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സ്റ്റുഡൻസ് നേടിയിട്ട് അവരിപ്പോൾ ജോലിയിൽ ഓൾറെഡി പ്രവേശിച്ചിട്ടുണ്ട്. ഓൾറെഡി അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ എക്സാമിന് ശേഷം ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കുറേ അധികം ഉദ്യോഗാർത്ഥികൾ അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റുഡൻസ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ അവരുടെ ട്രെയിനിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പം ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പം ട്രെയിനിങ് നമ്മൾ AMBA ജോബ്സിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ജോലിക്ക് മുമ്പ് നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അപ്പം അവരുടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് സ്ട്രീമുകളിൽ ഏണസ്റ്റ് അക്കാഡമി നടത്തിയ കോഴ്സുകളിലെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സാണ്. അപ്പോൾ നമ്മുടെ വിജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് കിട്ടുന്നതിനൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥങ്ങൾ എപ്പോഴും ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരിക്കും. ഇവരുടെ എല്ലാം സക്സസ് സ്റ്റോറീസും ഈ റിസൾട്ടുകളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിജയങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡൻസും ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സിൻ്റെയും കൂട്ടായിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ കരിയർ ഗ്യാപ്പ് വന്നിട്ട് ഉള്ള ആൾക്കാരാകാം, അല്ലെങ്കിൽ ജോലിയോടൊപ്പം പഠിക്കുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യ PSC എക്സാംസ് ആകാം. ഈ പറഞ്ഞ 3 തലത്തിലുള്ള ആളുകളും ഇവിടെ എക്സാംസിൻ്റെ കോച്ചിങ് എടുത്തിട്ടുണ്ട്, ആദ്യ റാങ്കുകൾ നേടിയിട്ടുണ്ട്. അവർ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ അവരുടെ സക്സസ് സ്റ്റോറീസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വേണം, ഒരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. പിന്നെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. കോഴ്സിന് ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.